ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNV അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് യുഎസ്എസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസിൽ നിന്ന് വരുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ലിങ്ക് കൊടുക്കാം. 36ാമത്തെ ചോദ്യമായിട്ടാണ് SS സ്റ്റാർട്ട് ചെയ്യുന്നത്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല എന്നും രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല എന്നും ഏതൊരു പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനെ അവകാശം നൽകുന്നതുമായ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന വാക്ക് ഏതാണ്? പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക്ക്, മതേതരത്വം. ഇതിൻ്റെ ആൻസർ മതേതരത്വം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക മാതൃഭാഷാ ദിനാചരണത്തിലേക്ക് നയിച്ച സംഭവം നടന്ന രാജ്യമേത്? മ്യാൻമാർ, ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ആൻസർ ബംഗ്ലാദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയവയിൽ നിന്ന് ഇന്ത്യ ഏതെല്ലാം അക്ഷാംശ രേഖകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് കണ്ടെത്തി എഴുതുക. എ. അക്ഷാംശം 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ. ബി. അക്ഷാംശം 10 ഡിഗ്രി 4 വടക്ക് മുതൽ 39 ഡിഗ്രി 6 വടക്ക് വരെ. സി. അക്ഷാംശം 6 ഡിഗ്രി 4 വടക്ക് മുതൽ 35 ഡിഗ്രി 6 വടക്ക് വരെ. ഡി. അക്ഷാംശം 12 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ. ഇതിൻ്റെ ആൻസർ എ ആണ്. അക്ഷാംശം 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ. അടുത്ത ചോദ്യം. ഇന്ത്യൻ ആദിവാസി ഗോത്ര ജനതയുടെ ആവാസ മേഖലയിലെ സമൃദ്ധമായ ധാതു നിക്ഷേപങ്ങൾ ചൂഷണം ചെയ്യാൻ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികൾ ചുവടെ നൽകിയവയിൽ ഏതാണ്? എ. വന നിയമങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ബി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കി. സി. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കി. ഡി. റോഡ് റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചില്ല. ഉത്തരം എ. വന നിയമങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. 40ാമത്തെ ചോദ്യം. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിലധികം ഉയരമുള്ള ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? പീഠഭൂമികൾ, കുന്നുകൾ, പർവ്വതങ്ങൾ, സമതലങ്ങൾ. ഉത്തരം പർവ്വതങ്ങൾ. 41. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് റേഷൻ കട വഴി പ്രതിമാസം 10 കിലോ അരി സൗജന്യമായി നൽകി വരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരെന്താണ്? അന്ത്യോദയ അന്ന യോജന, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, സ്വർണ്ണ ജയന്തി റോസ്ഗാർ യോജന, അന്നപൂർണ. ഉത്തരം അന്നപൂർണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നവോത്ഥാന കാലത്ത് വരയ്ക്കപ്പെട്ട മോണാലിസ ലോകം അറിയപ്പെടുന്ന ഉത്തമ കലാസൃഷ്ടിയാണ്. ചുവടെ നൽകിയവയിൽ ഏത് ആശയമാണ് പ്രസ്തുത രചനയ്ക്ക് പ്രേരകമായത്? യുക്തിചിന്ത, അന്വേഷണത്വര, മാനവികത, മതചിന്ത. ആൻസർ മാനവികത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കച്ചവട താൽപ്പര്യങ്ങൾക്കും രാഷ്ട്രീയ ആധിപത്യത്തിനുമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു രാജ്യത്തെ നിശേഷമായി ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം പരാജയപ്പെടുത്തിയ യുദ്ധം ഏതായിരുന്നു? ബക്സർ യുദ്ധം, കുളച്ചൽ യുദ്ധം, 4ാം മൈസൂർ യുദ്ധം, പാനിപ്പത്ത് യുദ്ധം. ആൻസർ കുളച്ചൽ യുദ്ധം. അടുത്തത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വാണിജ്യ കേന്ദ്രങ്ങളിൽ ഡച്ച് വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? എ. കൊച്ചി കൊല്ലം, ബി. ഗോവ ദാമൻ, സി. പോണ്ടിച്ചേരി കാരക്കൽ, ഡി. ബോംബെ സൂററ്റ്. ആൻസർ കൊച്ചി കൊല്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ലോകത്തിലെ ആദ്യത്തെ അണ്ടർ 19 വനിതാ T20 ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, ഇന്ത്യ. ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, മേഘങ്ങളിലെ ജലകണികകളുടെ വലുപ്പം കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയുടെ പേര് എന്താണ്? വർഷണം, മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം. ഉത്തരം വർഷണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയ പ്രസ്താവനകൾ വായിച്ച് അനുയോജ്യമായത് കണ്ടെത്തുക. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 1. പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു. 2. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴ ലഭിക്കുന്നു. ഇനി ഓപ്ഷൻസ്: എ, പ്രസ്താവന 1 മാത്രം ശരിയാണ്. ബി, പ്രസ്താവന 2 മാത്രം ശരിയാണ്. സി, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഡി, പ്രസ്താവന 1 തെറ്റും 2 ശരിയും. ഇതിലെ ഉത്തരം സി, 2 പ്രസ്താവനകളും ശരിയാണ് എന്നതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ കാലഗണന ക്രമത്തിലാക്കുക. 1. ഉപ്പ് സത്യാഗ്രഹം, 2. ക്വിറ്റ് ഇന്ത്യ സമരം, 3. വൈക്കം സത്യാഗ്രഹം, 4. മലബാർ കലാപം. അപ്പോൾ ഇത് ആദ്യം നടന്ന സംഭവം ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കാലഘട്ടത്തിൻ്റെ അതേ ക്രമത്തിൽ എഴുതണം. ഉത്തരം ബി ആണ്. ആദ്യം നടന്നത് മലബാർ കലാപം, അതിനുശേഷം വൈക്കം സത്യാഗ്രഹം, അതിനുശേഷം ഉപ്പ് സത്യാഗ്രഹം, ശേഷം ക്വിറ്റ് ഇന്ത്യ സമരം. ഇതാണ് ഇതിൻ്റെ കാലഗണന ക്രമം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സൈനിക ഉടമ്പടിയിൽ ചേരുന്നതിനെതിരെയാണ് റഷ്യ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്? നേറ്റോ, വാഴ്സ ഉടമ്പടി, സെൻറ്റോ, ഇവയൊന്നുമല്ല. ഉത്തരം നേറ്റോ. അടുത്ത ചോദ്യം, ചുവടെ നൽകിയവയിൽ സാമൂഹികരണ പ്രക്രിയയെ സഹായിക്കാത്ത പ്രസ്താവന കണ്ടെത്തി എഴുതുക. എ, വ്യത്യസ്ത ചുറ്റുപാടിൽ നിന്നും വരുന്ന കുട്ടികളുമായി ഇടപഴകുന്നു. ബി, പത്രപാരായണം നടത്തുന്നു. സി, വീട്ടുജോലികളിൽ അമ്മയെ സഹായിക്കുന്നു. ഡി, ദൃശ്യമാധ്യമങ്ങളുടെ ആശാസ്യമല്ലാത്ത ഉപയോഗം. എല്ലാവർക്കും അറിയാം, ഡി ആണ് ഉത്തരം, ദൃശ്യമാധ്യമങ്ങളുടെ ആശാസ്യമല്ലാത്ത ഉപയോഗം. അടുത്ത ചോദ്യം, 2022 ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പ് മത്സരങ്ങളിൽ ആദ്യമായി ഒരു ആഫ്രിക്കൻ രാജ്യം 4ാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു. പ്രസ്തുത ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ പേരെന്താണ്? സെനഗൽ, ഗാന, നൈജീരിയ, മൊറോക്കോ. ഉത്തരം മൊറോക്കോ. കേരളത്തിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജോൽപാദനം നടത്തുന്ന സ്ഥലങ്ങൾ ചുവടെ നൽകിയവയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക. കഞ്ചിക്കോട് ആലുവ, രാമക്കൽമേട് വിഴിഞ്ഞം, കൽപ്പറ്റ വിഴിഞ്ഞം, രാമക്കൽമേട് കഞ്ചിക്കോട്. ഉത്തരം രാമക്കൽമേട് കഞ്ചിക്കോട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിവയുടെ രൂപീകരണത്തിൽ സ്വാധീനിക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, കാനഡ. ആൻസർ അമേരിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകൃതിയിൽ മനുഷ്യൻ്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ ഭൂപ്രകൃതിക്ക് കോട്ടം തട്ടുന്നതിൻ്റെ ഉദാഹരണമാണ് ജോഷിമഠ് എന്ന പ്രദേശം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ജോഷിമഠ് എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ. ആൻസർ ഉത്തരാഖണ്ഡ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ്എസുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വിദ്യാഭ്യാസമാണ്. ആരുടെ വാക്കുകളാണിവ? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി.
ആൻസർ ഡി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.